സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നാണ്. വീട്ടിലോട്ട് പോയാലാ. അപ്പോൾ എന്താണ് ഓപ്പറേറ്റേഴ്സ്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ പ്ലസ്, മൈനസ്, ഡിവൈഡ്, മൾട്ടിപ്ലൈ, അതൊക്കെയാണ് സിമ്പിൾസ്. പക്ഷേ അതിൽ തന്നെ കുറേ ടൈപ്സ് ഉണ്ട്. അറ്റമാറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അത് എന്താണെന്ന് ഒന്നൊന്ന് നോക്കാം. അതിന് VS കോഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എന്താണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ? അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പറഞ്ഞാൽ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, പിന്നെ മോഡ്യൂള്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഒന്നൊന്നായി ചെയ്ത് നോക്കുക എന്താണെന്ന്. ഫസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കാം. ഇത് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ബി ഇസ് ഈക്വൽ ടു ഒരു 4 കൊടുക്കാം. ഓക്കെ, അത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് OP എന്ന് കൊടുക്കാം. അത് എന്ത് ചെയ്യും? എ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ഓപ്പറേറ്റർ ആണ്. എ പ്ലസ് ബി. ഓക്കെ, പ്ലസ് ബി പ്രിന്റ് ചെയ്യാം OP. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയത് എ പ്ലസ് ബി എന്ന് വെച്ചാൽ 1 + 4 എത്രയായി? 5. കാണാൻ പറ്റും നമുക്ക് 5 വന്നു. അപ്പോൾ ഇതാണ് പ്ലസ് ഓപ്പറേറ്റർ. പിന്നെ അതാണ് മൈനസ് ഓപ്പറേറ്റർ. എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? -3. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? 1 - 4 ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? -3 വരും. നോക്കിയാൽ ഇൻറ്റു സ്റ്റാർ ഉപയോഗിക്കുന്നത് നമ്മൾ ആസ്റ്ററസ് എന്നും പറയാം. അപ്പോൾ നമുക്ക് എത്ര 4 കിട്ടും. 1 × 4 4 തന്നെ. ഈ ഡിവൈഡാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ മോഡുലർ. ഓക്കെ, അപ്പോൾ എന്താണ് മോഡുലർ? മോഡുലർ എന്ന് വെച്ചൊന്നുമില്ല, നമുക്ക് റിമൈൻഡർ കിട്ടും. പക്ഷെ അപ്പോൾ നിങ്ങൾ ഡൗട്ട് ആയിരിക്കും, ഡിവൈഡും മോഡുലറിൻ്റെ ഡിഫറൻസ് എന്താണ്? ഡിവൈഡ് എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ കോഷ്യൻ്റ് ഉണ്ട്. കോഷ്യൻ്റെ മേലത്തെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ 15 / 5 ചെയ്താൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ അടിയിലുള്ള സാധനം. കോഷ്യൻ്റെ മുകളിൽ വരില്ലേ? എത്ര ചെയ്യുമ്പോൾ 5 3s ആണ് 15. അപ്പോൾ 3 ആയിരിക്കും മുകളിൽ. ആ 3 ആണ് കോഷ്യൻ്റ്. അടിയിൽ തന്നെ റിമൈൻഡർ. റിമൈൻഡർ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് അടിയിൽ. അതാണ് റിമൈൻഡർ. 10 മോഡുലർ 5 നോക്കാം നമുക്ക്. അപ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ നിങ്ങൾക്ക് എത്ര കിട്ടും? 0 കിട്ടുള്ളൂ. എനിക്കോ 0. കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2s are 10 വരെ ഉണ്ട്. അപ്പോൾ ഇത് 11 ആണെങ്കിൽ 1 വന്നതന്നെ. 5 ടെ 11 ഒരിക്കും മഞ്ഞില്ല. അപ്പോൾ 2s are എടുക്കും. അപ്പോൾ ആ റിമൈൻഡർ എത്ര വരും? 1 വരുള്ളൂ. കണ്ടാ? ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 1 അങ്ങനെ 5 2s are 10. അപ്പോൾ നിങ്ങൾ മനസ്സിലായി കോഷ്യൻറ്റും റിമൈൻഡർ ഡിഫറൻസ്. അപ്പോൾ ഇത് കോഷ്യൻ്റ് കണ്ടുപിടിക്കാൻ, ഇത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വരാൻ പോകുന്നതാണ് ഞാൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താ? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താ? സെയിം ആസ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആണ്, ഒരേപോലെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ. ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഇത് വാല്യൂ അസൈൻ ചെയ്യും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ ഒരു വേരിയബിൾ എടുക്കുകയാണ്. ലെറ്റ് നം ഈക്വൽ ടു ഇത്. ഓക്കെ, 2 എടുക്കുകയാണ് ഞാൻ. ലെറ്റ് നം 2 ഈക്വൽ ടു വാല്യൂ എടുക്കുകയാണ്. ഞാൻ മ്യൂട്ടബിൾ ആക്കാം. നമുക്കില്ല എന്ത് ചെയ്യാൻ, എനിക്ക് ഈ വാല്യൂ ഇതിലിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ നോർമൽ വെച്ച് ആഡ് ചെയ്യാൻ എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യാം. നം ഈക്വൽ ടു നം പ്ലസ് നം 2 ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വാല്യൂ എത്ര ആയിരിക്കുമെൻ്റ് 6 ആയിരിക്കും. കണ്ട 6 വന്നു. ഓക്കെ, ജസ്റ്റ് ദിസ് കമൻറ്റ് 6 ആയിരിക്കും തന്നെ കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പരിച്ച് സിമ്പിളായിട്ട് അടിക്കാൻ വഴിയുണ്ട്. എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലസ് വേണ്ട, ഈ പ്ലസ് ഇവിടെ വെക്കേണ്ട പകരം നിങ്ങൾ ഇവിടെ വെക്കണം. ഓക്കെ, ഇവിടെ വെക്കണം. അത് എന്ത് ചെയ്യണം? ഈ നമ്മും വേണ്ട നമുക്ക്. ഈ നമ്മും കളഞ്ഞേക്ക്. ഇപ്പം എന്ത് സെയിം ആസ് ഇതാണ്. ഓക്കെ, ഇതും സെയിം ആണ്. ഈ 2 കമാൻഡും സെയിം ആണ്. ഓക്കെ, ഇപ്പം ഈ സാധനത്തിനാണ് നമ്മൾ പറഞ്ഞത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ എന്താ പറയുക? നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ തരാം. 6 എന്ന് വരും. ഇതുപോലെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് മൾട്ടിപ്ലൈ ആണോ? മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, മോഡുലസ് കണ്ടിരിക്കുക. സെയിം ആസ്. ഓക്കെ, നിങ്ങൾക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ മനസ്സിലാക്കി എനിക്ക് ഇത് മനസ്സിലാൻ പാടില്ല. സെയിം ആസ് തന്നെ. ഒരു വ്യത്യാസമുള്ളൂ, പെർഫോം ചെയ്തിട്ട് ആ വാല്യൂ ഇത് സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ നേരത്തെ എന്ത് ചെയ്യും? നമ്മൾ വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രിൻറ്റും ചെയ്യാം. പക്ഷേ ഇതിലെന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് മറ്റു രീതിയിൽ ചെയ്യുന്ന പകരം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട പകരം നമ്മൾ ഇങ്ങനെ ചെയ്തു. ആ ഒരു വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇപ്പോൾ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് മൈനസ് ആവും,
പ്ലസ് ആണെങ്കിൽ ഡിവൈഡ് ആണെങ്കിൽ ഡിവൈഡ് ആവും, മോഡലാണെങ്കിൽ മോഡൽ. ഓക്കെ, സെയിം ഓപ്പറേഷൻ. ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ, ഇന്റർവൽ വർക്കിംഗ് ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ആണ് നോക്കി, ഇച്ചിരി ഇത് അടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതിലങ്ങനെ തന്നെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വന്ന സാധനം തന്നെയാണ് പ്ലസ് മൈനസ് ഡിവൈഡ് മോഡുകൾ, ഇത്ര സാധനമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പോൾ എന്താ കമ്പാരിസൺ ഓപ്പറേറ്റർ? നിങ്ങൾക്ക് പേര് തന്നെ കമ്പയർ ചെയ്യുക, രണ്ട് വാല്യൂയും കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളിലേക്ക് വാല്യൂ കമ്പയർ ചെയ്യണം. ലെറ്റ് നമ്മൾ കൊടുക്കാം നം ഈസ് ഈക്വൽ ടു 2 കൊടുക്കാം. നമുക്ക് സിമ്പിൾ എടുക്കാം, മനസ്സിലാൻ സുഖമായിരിക്കും. നം 2 ഈസ് ഈക്വൽ ടു 6 കൊടുക്കാം. ഓക്കെ, അതെന്ത് ചെയ്ത് എനിക്കില്ല ഒരു കണ്ടീഷൻ ഓപ്പറേറ്റർ ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വേരിയബിൾ ആയിട്ട് വേറെ ഒരെണ്ണം റിസൾട്ട് എന്ന് പറഞ്ഞ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതെന്ത് ചെയ്യണം? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യാം? നമുക്കൊരു ട്രൂ ഓഫ് ഫോൾസ് വാല്യൂ കിട്ടണം കമ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കമ്പയർ ചെയ്ത് നമുക്ക് രണ്ട് വാല്യൂ കിട്ടും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇപ്പോൾ എക്സാമ്പിളിലേക്ക് അറിയണം കണ്ടീഷൻ. ഓക്കെ, എനിക്കറിയണം മൈ നം ഈസ് ഗ്രേറ്റർ ദാൻ നം 2. നമുക്കറിയാം ഫോൾസ് ആണ്, പക്ഷെ പ്രിന്റ് നോക്കാം നമുക്ക് റിസൾട്ട്. ഓക്കെ, പിന്നെ ആൻസർ ഫോൾസ് ആയിരിക്കും. അതൊക്കെ അറിയാം നമ്മ ചെറുതാണ്, അപ്പം നമ്മ വലുതല്ല. എന്നിവർ കൊടുത്തത് നമ്മ ഈസ് ഗ്രേറ്റർ ദാൻ നം 2 എന്നാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ട ഫോൾസ്. ഈ കണ്ടീഷൻ തിരിച്ചു കൊടുത്തു നോക്കാം. ഓക്കെ, ട്രൂ. ഓക്കെ, ഇപ്പോൾ കാണുമ്പോൾ ട്രൂ ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇത് ലെസ് ദാൻ സിമ്പിൾ. ഇതിൽ വേറെ സാധനം കൂടി ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഇതെന്തിനാ? ഇത് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് നോക്കും ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഇതിലെന്താ രണ്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ഇതൊന്നും വർക്കായാൽ മതി. എക്സാമ്പിൾ ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്യും, ഈ വാല്യൂ വലുതാണ്. എക്സാമ്പിൾ എടുക്കുവാണ്, ഞാൻ 6 കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഇത് വെച്ച് ട്രൈ ചെയ്താൽ തരാം. ഈ കണ്ടീഷൻ ആൻസർ ഉണ്ടായി 2 6 ആണ്. അപ്പോൾ ഇത് ഫോൾസ് ചെയ്യും, കാരണം ഒരു നമ്പറും വേറെ നമ്പറെക്കാട്ടും വലുതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ നം 1 നം 2നെക്കാട്ടും വലുതല്ല. ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറ്റും, രണ്ട് ഒരേ നമ്പറാണ്. പ്രിന്റ് നോക്കി ഫോൾസ് വരും. അപ്പോൾ ഒന്ന് പക്ഷേ ഈക്വൽ ടു കൊടുത്താൽ ഈക്വൽ ടു കൊടുത്താൽ ഈ രണ്ടതിൽ ഒന്ന് വർക്കായാൽ മതി. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നം വലുതായിരിക്കണം നം 2നെക്കാട്ടും, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം നം 2നെക്കാട്ടും. അപ്പോൾ ഈ കേസിൽ എന്ത് വരും? ട്രൂ വരും. കാരണം പറ്റും ഈ കേസിൽ നമ്മുടെ നം 1 നം 2 ഈക്വൽ, രണ്ട് വാല്യൂ ഒന്നാണ്. ഫസ്റ്റ് ചെക്ക് ചെയ്ത് നം 1 നം 2നെക്കാളും വലുതാണോ? അല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ചെക്ക് ചെയ്ത് നം 1 നം 2 ഈക്വൽ ആണോ? ആണ്. ട്രൂ ചെയ്ത്. കണ്ട ഇതൊന്ന് ട്രൂ ആയാൽ മതി. ഇപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഇവിടെ ഒരു 8 കൊടുക്കുകയാണ്. ഈ കണ്ടീഷൻ നം 2നെക്കാളും വലുതാണ് അല്ലേ, പക്ഷേ ഈക്വൽ ടു അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മതി, ഇത് ട്രൂ ആയി. അപ്പോൾ എന്തൊരു ആൻസർ ട്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നോർത്തോ, ഇതെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇതിൽ ഏതൊന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മതി. ഇത് കറക്റ്റായ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റായാലും പ്രശ്നമില്ല. ഇത് കറക്റ്റായ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താ? ഈക്വൽ ടു വെച്ചാൽ നേരത്തെ വരുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വയ്ക്കുന്നത്, പക്ഷേ എനിക്ക് ഈക്വൽ ടു മാത്രം ചെക്ക് ചെയ്താൽ മതി. എനിക്ക് ഈക്വൽ ടു അങ്ങനെ എനിക്ക് ഈക്വൽ ടു മാത്രം ചെക്ക് ചെയ്യാൻ മതി. ഇതിൽ രണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യും ഗ്രേറ്റർ ദാൻ ആണെന്ന്, അതിന് ചെക്ക് ചെയ്യും, ഇത് ചെക്ക് ചെയ്യും. ഇത് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത്. പക്ഷേ എനിക്കൊന്നും നോക്കണം, എനിക്ക് ലെസ് ദാൻ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഈക്വൽ ടു മാത്രം മതി. ആ കേസ് എന്ത് ചെയ്യും? ഡബിൾ ഈക്വൽ ടു കൊടുത്താൽ മതി. ഒരു ഈക്വൽ ടു കൊടുത്താൽ അസൈൻമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അസൈൻ ചെയ്യും നമ്മൾ ഒരു വാല്യൂ. പക്ഷെ നമുക്ക് വേണ്ടത് കമ്പയർ ചെയ്യണമെങ്കിൽ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. മാർക്കത് മാറിപ്പോയില്ല, ചിലർ ഒരു ഈക്വൽ ടു വെച്ച് വെക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഡബിൾ ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ഈ ചെക്ക് ചെയ്യും ഈ രണ്ട് കണ്ടീഷൻ ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. നമുക്ക് ഒരു പ്രിന്റ് കാണിച്ചു തരാം. ഫോൾസ് ആണ്. ഈ രണ്ട് വാല്യൂ ഈക്വൽ കൊടുത്താൽ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഓക്കെ, രണ്ട് കണ്ടീഷനും ഈക്വൽ ആണെന്ന് നോക്കും. ഈ നെക്സ്റ്റ് ആണ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആകാൻ പാടില്ല. ഇത് ഓപ്പോസിറ്റ് ഓഫ് ഡബിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷൻ ഈക്വൽ ആണെങ്കിൽ ഈ കേസിലായിരിക്കും രണ്ട് കണ്ടീഷൻ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് വരും? ഫോൾസ് വരും. എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ഈക്വൽ ആകാൻ പാടില്ല, ആണെങ്കിൽ ഫോൾസ് വരും. ഇനിയിപ്പോൾ ഇപ്പോൾ വേറെ ഏത് വാല്യൂസും കൊടുത്തോ, 6 1 2 കൊടുത്തോ, ഈ കേസ് ട്രൂ വരും. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ വെച്ച് ബാക്കി എല്ലാ കണ്ടീഷൻ ഫോൾസ് വരും. എന്ന് വെച്ചാൽ ഈ കേസിൽ നോക്കിയാൽ ഈക്വൽ ടു ആണെങ്കിൽ ഫോൾസ് വരും. ഈക്വൽ ടു ആകാൻ പാടില്ല എന്ന് പറഞ്ഞത്, നോട്ട് ഈക്വൽ ടു പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈക്വൽ ടു ആകാൻ പാടില്ല, ആയ ഫോൾസ് വരും. ഈക്വൽ ടു അല്ലെങ്കിൽ ട്രൂ വരും. ഈ കേസിൽ ഈക്വൽ ടു അല്ല, അപ്പോൾ ട്രൂ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർ. കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ലോജിക്കൽ ഓപ്പറേറ്റർ? നമുക്ക് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. നമുക്ക് ഇഫിലൊക്കെ കൂടുതൽ ഉപയോഗിക്കും നമ്മൾ, പക്ഷേ എനിക്ക് ഇതിൽ ഉപയോഗിക്കാം. നമുക്ക് കാണിച്ചാൽ വേരിയബിൾസ് ഉപയോഗിച്ച് കാണിച്ചാൽ ലെറ്റ് നം ഈക്വൽ ടു 2 ലെറ്റ് നം 2 ഈക്വൽ ടു 4. ഓക്കെ, ഈ ഓപ്പറേഷൻ റിസൾട്ട് സെയിം അറിയുന്ന നോക്കാം, സിമ്പിളായിട്ട് കൊടുക്കാം. എന്നിട്ട് നം
നം ഇസ് ഗ്രേറ്റർ ദാൻ num2 ആൻഡ് ഫസ്റ്റ് ഒന്ന് ആൻഡ് ഓപ്പറേറ്റർ ആണ് ആൻഡ് നം ഇസ് ഈക്വൽ ടു num2. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യുകയാണ്. പിന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. യെസ്. അപ്പോൾ ഈ ആൻഡ് ഓപ്പറേറ്റർ എന്തുട്ടാ? ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫിലെ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ പറഞ്ഞുതരാം ഇഫ് എന്താണ്. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവർ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ രണ്ട് കണ്ടീഷൻ കൊടുത്തു. ഒരു കണ്ടീഷൻ ഇത്, രണ്ടാമത്തെ കണ്ടീഷൻ. എനിക്ക് എല്ലാ കേസും കണ്ടു ഒറ്റ കണ്ടീഷൻ കൊടുത്തോളൂ. വേണ്ട, ഒറ്റൊരു കണ്ടീഷൻ. ഇത് എല്ലാം ഒരു കണ്ടീഷനാണ്. പക്ഷേ ഇവിടെ രണ്ട് കണ്ടീഷൻ കൊടുത്തു. ഇതൊരു കണ്ടീഷൻ, ഇതൊരു കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് കണ്ടീഷൻ കൊടുക്കാൻ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വെച്ചാൽ ആൻഡ് എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്, ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ വലുതായിരിക്കണം, ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ അത് പോസിബിൾ അല്ല. എനിക്ക് എവിടെ വയ്ക്കാലും ഒരിക്കലും നമ്മുടെ നമ്പർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആവില്ല. അപ്പോൾ ഇത് എങ്ങനെ ചെയ്താലും എൻ്റെ ഔട്ട്പുട്ട് ഫോൾസ് വരുള്ളൂ. പക്ഷെ വേറെ വാല്യൂ എടുക്കുക. ഇതിൻ്റെ പകരം ഞാൻ ഒരു 7 കൊടുക്കാം. ഓക്കെ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൊടുത്ത് ഇപ്പം എന്ത് ഈ കണ്ടീഷൻക്ക് വേണമെങ്കിൽ ട്രൂ ആക്കാം. എങ്ങനെയാ? ഈ വാല്യൂനെ, ഈ 2നെ എനിക്ക് എന്താക്കണം? ഈ 2നെ 7 ആക്കി മതി. അപ്പോൾ ഈ കണ്ടീഷൻ എന്തായി? ഇപ്പോൾ 7 4ക്കാരും വലുതല്ലേ ആണ്, ഈക്വൽ ടു 7 അല്ലേ? ഇത് രണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വർക്ക് ചെയ്യും. കണ്ട? അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ രണ്ട് കണ്ടീഷൻ ട്രൂ ആയിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ്. ഇപ്പോൾ ഈ കേസിൽ ഞാൻ 6 കൊടുക്കുകയാണ്. 6 നോക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്, പക്ഷേ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഫോൾസ് വരും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ എത്തിയാൽ നമ്മുടെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതാണ് ആൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, ഇത് ട്രൂ ആണെങ്കിലും ഫോൾസ് തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്താണ് ഓർ ഓപ്പറേറ്റർ. ഓർ എന്തായിരിക്കും? ഓർ എടുക്കുന്ന നമ്മൾ രണ്ട് വരയിലുണ്ട് ഈ സാധനം. ഓക്കെ, ഇതിന് നമ്മൾ പൈപ്പ് ഓപ്പറേറ്റർ എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതിനും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഈ കണ്ടീഷൻ ട്രൂ ആയി, ഇത് ഫോൾസ് ആയാലും പ്രശ്നമില്ല. ആൻഡിൽ എങ്ങനെയാണ്? രണ്ടെണ്ണം ട്രൂ ആണോ? ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ട്രൂ ആയത്. എക്സാമ്പിൾ ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആയാലും പ്രശ്നമില്ല. ഇപ്പോൾ ഈ കണ്ടീഷൻ നോക്കി ഇതിൽ എന്ത് വരും? ട്രൂ വരും. കാരണം നമ്മുടെ ഈ കണ്ടീഷൻ ട്രൂ ആണ്, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഞങ്ങൾക്ക് ഈ കണ്ടീഷൻ ഫോൾസ് ആയി നോക്കാം. എക്സാമ്പിൾ ഞാൻ ഒരു 2 കൊടുക്കാം, അത് ഈ കണ്ടീഷൻ 2 ആക്കാം. അപ്പോൾ ഈ കറക്റ്റ് ഇതിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, പക്ഷേ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് വരും? ട്രൂ വരും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഈ രണ്ട് കണ്ടീഷനിലും ഏതോ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ട്രൂ വരും. ഇതാണ് ഓർ ഓപ്പറേറ്റർ. അർത്ഥം എന്താണ്? നോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ നോട്ട് ഓപ്പറേറ്റർ രണ്ട് ഓപ്പറേറ്ററിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നതല്ല. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ട്രൂ സിമ്പിൾ ആക്കാം. ഒരു ട്രൂ വാല്യൂ കൊടുക്കാം ഇവിടെ. ഓക്കെ ഓക്കെ, ഞാൻ ട്രൂ കൊടുത്തുവിടാ, ട്രൂന്ന് കൊടുത്തു. ഓക്കെ, അതെന്ത് ചെയ്ത് ഞാൻ കൊടുത്ത് നോട്ട് നൗന്ന് കൊടുത്ത്. ഇതാ നോട്ട് ഓപ്പറേറ്റർ, നോട്ട് ഒരു എക്സ്ക്ലമേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ എന്താ? ടോഗിൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിൽ അതിന് ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കും. ഇപ്പം കാണിച്ചു തരാം, ഞാൻ പ്രിന്റ് കാണിച്ചു തരാം. ഫോൾസ് ആയി, പക്ഷെ ഇത് ഫോൾസ് ആയെന്ന് വെച്ച് നോക്കാം. ട്രൂ കണ്ട ഈ ടോഗിൽ എന്ന് വെച്ചാൽ ഇതൊരു നോട്ട് നം എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, തിരിക്കും എന്ന് പറയാം. ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് എനിക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടി. പക്ഷെ ഇവിടെ എനിക്ക് ഏതെങ്കിലും കേസിൽ എനിക്ക് ഔട്ട്പുട്ട് ഫോൾസ് ഇട്ടുണ്ട്, പക്ഷെ എനിക്ക് ട്രൂ ആണ്. അപ്പം എനിക്ക് ഈ സാധനം ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഫോൾസ് വന്നിട്ട്, പക്ഷേ ഞാൻ ഈ ഓപ്പറേറ്റർ വെച്ച് തന്നെ ട്രൂ ആക്കി. ഈ കണ്ടീഷൻ ട്രൂ വന്നു, ഇനി ഇതിനെ ട്രൂ ആക്കിയാൽ എനിക്ക് ഫോൾസ് കിട്ടും. കണ്ട? അപ്പോൾ അതാണ് നോട്ട് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഞാനൊരു നോഡിൻ്റെ എക്സാമ്പിൾ അനുസരിച്ച് ഇതാകാൻ വേണ്ടി ഇപ്പോൾ മനസ്സിലായ ടോഗിൾ ചെയ്യും. ട്രൂ ആൻഡ് ഫോൾസ് ആക്കും, ഫോൾസ് ആൻഡ് ട്രൂ ആക്കും. വേറൊരു കേസ് കാണിച്ചു തരാം. എക്സാമ്പിൾ ഈസിലി ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആണ്, എനിക്കിനി ട്രൂ ആകണം. അപ്പോൾ എന്ത് ചെയ്യും? വേണ്ട, ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഒരു എക്സ്ക്ലമേഷൻ കൊടുക്കും. അപ്പോൾ എന്തായി? കണ്ട? ട്രൂ ആയി. അപ്പോൾ നമ്മൾ നോട്ട് കണ്ടീഷൻ ട്രൂ ആക്കുക, ട്രൂ കണ്ടീഷൻ നോട്ട് ആക്കുക, അങ്ങനെ ടോഗിൽ തിരിക്കുക. എന്തായാലും അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കുക. അതാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിളാണ്. ഇഫിലൊക്കെ ഒരു കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ നെക്സ്റ്റ് ടൈം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റി എന്താണെന്ന് അറിയണം. അത് ചെറിയ ടോപ്പിക്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പറേഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ കാണിച്ചു തരാം. എക്സാമ്പിൾ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഞാൻ എക്സാമ്പിളാണ് ചെയ്യാനുള്ളത്. ഞാൻ എക്സാമ്പിൾ കൊടുക്കുകയാണ് 2 + 4 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇങ്ങനെ ഏതാ എന്താ റിസൾട്ട് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ വിചാരിക്കും 2 + 4 എത്ര? 6 ഡിവൈഡഡ് ബൈ 5 ഇങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതല്ല ഔട്ട്പുട്ട്. ഞാൻ ചെയ്താൽ തരാം. ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും? 22 ആണ്. വൈ? ബിക്കോസ് ഓഫ് ദ പ്രിസിഡൻസ്. പ്രിസിഡൻസ് പറഞ്ഞാൽ ഒരു ലെവൽ എന്ന് പറയുന്നത് ഓപ്പറേറ്ററിന് ഒരു ലെവൽ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ആരെ എക്സിക്യൂട്ട് ആവും?
എക്സാമ്പിൾ ഈ കേസിൽ നോക്കിയാൽ പ്ലസ്സേക്കാട്ടും കൂടുതൽ ലെവൽ എന്ന് വെച്ചാൽ ഇച്ചിരി പവർ കൂടിയ ആളാണ് ഇവൻ. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് 4+5 കാൽക്കുലേറ്റ് ചെയ്യും. അത് തന്നെയാണ് അതിൽ നേരത്തെ എങ്ങനെ ഞാൻ 2+4 അത് കഴിഞ്ഞും 5 മൾട്ടിപ്ലൈ ചെയ്ത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല നടക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർ ഓപ്പറേറ്ററിന് പ്രസൻസ് കൂളായതുകൊണ്ട് തന്നെ ലെവൽ കൂളായതുകൊണ്ട് ഫസ്റ്റ് ഈ ഓപ്പറേഷൻ നടക്കും 4 × 5. അപ്പോൾ 4 × 5 എത്ര കിട്ടും നമുക്ക് 20. ഇനി 20 + 2 ചെയ്യുന്നത് എത്ര കിട്ടും 22. അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രസിഡൻസ്. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്രസിഡൻസ് ആണ്. എക്സാമ്പിളിന് 2 ഇൻറ്റു ആണ് എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനും ഒരേ ലെവലാണ്. അപ്പം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യോ അല്ലെങ്കിൽ പുറകെ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യോ, ആ ഒരു ഡയറക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ അസോസിയേറ്റിവിറ്റി. അപ്പോൾ ഈ കേസിൽ നമുക്ക് നോക്കാം എന്താ വരാൻ പോകുന്നത്. 2 × 4 × 5 ഓക്കെ, എന്ത് കിട്ടും നോക്കാം 14. അപ്പോൾ 2 4s are 8, 8 5s are 14. ഓക്കെ, ഇത് തിരിച്ചത് എന്തായിരിക്കും, സെയിം ചെയ്ത് രണ്ട് തിരിച്ച് മറിച്ച് ചെയ്തത് സെയിം ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ആകുമ്പോൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാണ്ട് 5 4s are 20, 20 × 2 40. അപ്പോൾ രണ്ടിടത്ത് നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് ഇടാം. ഇത് മാത്രമല്ല ഡിവൈഡ് കൊടുത്താലും ഡിവൈഡ് പെർസെൻറ്റ് സെയിം ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ടത്തിൻ്റെ ലെവലും സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏത് ഫസ്റ്റ് എക്സിക്യൂട്ട് ആവും അത് അതിൻ്റെ ഓർഡർ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ PDF കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ അരിത്മെറ്റിക് ഓപ്പറേഷൻ കാണിച്ചു തന്നെയാണ്. ഇങ്ങനെ എക്സാമ്പിൾസ് എനിക്ക് നോട്ട് ചെയ്യാം. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ. കാണാൻ പറ്റും ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും പ്രസിഡൻസ് എന്ന് വെച്ചാൽ എന്താ ലെവലാണ്, ഏത് ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുമെന്ന്. അസോസിയേറ്റീവ് എന്താ ഡയറക്ഷൻ. എക്സാമ്പിൾ അറിയാം ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ ആസ്, പിന്നെ അത് കഴിഞ്ഞ് തന്നെയാണ് ഇൻറ്റു ഡിവൈഡ് മോഡുലർ. ഇതിൻ്റെ എക്സിക്യൂഷൻ അങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെ കേസ് വന്നാൽ എന്ത് ചെയ്യും, ഇപ്പോൾ എക്സാമ്പിൾ ഈ കേസിൽ എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല. എക്സാമ്പിൾ നോക്കാം, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നിങ്ങൾക്ക് നോക്കാം. 2 / 4 × 5 ഔട്ട്പുട്ട് എത്ര 2.5. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് ഡിവൈഡ് നോക്കാം. 0.5 × 5 നോക്കാം. കണ്ട ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. തിരിച്ച് എക്സിക്യൂട്ട് അല്ലേ അതായത്. അപ്പോൾ തിരിച്ച് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. തിരിച്ചെങ്ങനെയായിരിക്കും, തിരിച്ച് കഴിയുമ്പോൾ 4 × 5. ഓക്കെ, 4 × 5 × 20 / 2 എത്ര കിട്ടും 10 അല്ല 10 അല്ല, ഔട്ട്പുട്ട് 2.5 അല്ലേ. കണ്ട, അപ്പം അതാണ് അസോസിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എങ്ങനെ എക്സിക്യൂട്ട്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ അസോസിയേറ്റിവിറ്റി രണ്ടെണ്ണത്തിനും ലെഫ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് ഈ കിട്ടുന്ന വാല്യൂ വെച്ച് ഈ 5നെ ഇൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ എല്ലാ മിക്കതിനും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ചിലതിനൊക്കെ മാത്രം നോട്ട് ഓപ്പറേറ്ററിനാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. പിന്നെ റൈറ്റിന് തുടങ്ങും. അത് ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ടേബിൾ നോക്കി മനസ്സിലാക്കുക, അത്ര പറയാനൊന്നുമില്ല. ഇപ്പോൾ മെജോറിറ്റി ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പിന്നെ ഇത് ഓർത്ത് വെച്ചാൽ നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. ഇതിൻ്റെ പ്രസിഡൻസ് ഓർത്ത് വെച്ചാൽ ഈ മൂന്നെണ്ണത്തിന് ഈ പ്ലസും മൈനസിനേക്കാളും കൂടുതൽ പ്രസിഡൻസ് ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മൾ ഈ രണ്ട് സാധനം കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ കാൽക്കുലേഷനിലൊക്കെ. പിന്നെ ഇതിന് ഏറ്റവും കുറവ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ ഇത് ഇത് ഓർത്തുക്കൊന്നുമില്ല. നിങ്ങൾ മെയിനായിട്ട് ഓർത്തുന്നത് ഈ സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇത്ര ഓർത്ത് വെച്ചോ നിങ്ങൾ ഈ സാധനവും. പിന്നെ ഏറ്റവും ലാസ്റ്റ് തന്നെ സാധനം ഇതാണ്. വേറെ അത്ര ഓർത്തുന്നത് ആവശ്യമില്ല. നിങ്ങൾ നാഷണൽ നോക്കിയോ നിങ്ങൾ. പിന്നെ എൻ്റെ ഓർഡേഴ്സ് ചെറുത് നോക്കിച്ചേക്ക്. മെജോറിറ്റി എനിക്കറിയാം, മെജോറിറ്റി ഓഫ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആകെ ഈ മൂന്നുള്ളൂ. ഫസ്റ്റത്തെ ഈ ക്വസ്റ്റ്യൻ മാർക്കും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും നോട്ട് ഓപ്പറേറ്ററും ഈ ക്വസ്റ്റ്യൻ മാർക്കും മാത്രമേ ഉള്ളൂ റൈറ്റ് ടു ലെഫ്റ്റ്. ബാക്കി എല്ലാത്തിനും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.